എന്ത് കാരണം കൊണ്ടാണ് അവരിൽ പലരും കനാനിൽ എത്താതെ പോയത്? ഇത് തന്നെയാണ് ഇന്ന് നമ്മളിലും സംഭവിക്കുന്നത്. എങ്ങും എത്തുന്നില്ല. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര കൈയടിച്ചിട്ടും ആ ഒരു പ്രോമിസിലേക്ക്, ആ ഒരു ദൈവിക വാഗ്ദത്തത്തിലേക്ക്, ദൈവം വെച്ചിരിക്കുന്ന ആ ഒരു, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഒരു മഹത്വരമേറിയ പൊസിഷനിലേക്ക് കയറി വരുന്നില്ല. ഇതിനകത്ത് എന്തോ ഒരു കാരണവും. ഇത്രയും അത്ഭുതം കണ്ട ഇസ്രായേൽ ജനം പരാജയപ്പെട്ടതിൻ്റെയും തകർന്നു പോയതിൻ്റെയും മറുകരയെത്താതെ പോയതിൻ്റെയും പ്രധാന കാരണം അവൻ്റെ നാക്ക് ശരിയല്ലായിരുന്നു. നമ്മളുടെ എല്ലാ നന്മയുടെയും നമ്മുടെ എല്ലാ അനുഗ്രഹത്തിൻ്റെയും കാരണം നമ്മുടെ വർത്തമാനം, നമ്മുടെ പരാജയത്തിൻ്റെയും നമ്മുടെ തകർച്ചയുടെയും കാരണവും നമ്മുടെ നാക്കാണ്. പല ആളുകളുടെയും ജീവിതത്തിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും പലതിൻ്റെയും ജീവിതത്തിൽ ഒരു മാറ്റവും ഒരു വിടുതലും ഒരു എഴുമ്പേറ്റവും ഇല്ലാതിരിക്കുന്നതിൻ്റെ പിറകിൽ എന്തോ ചില കാരണങ്ങളുണ്ട്. ചിലർ അനുഗ്രഹിക്കപ്പെടുവാനും ചിലർ അനുഗ്രഹിക്കപ്പെടാതെ പോയതിൻ്റെയും പിറകിൽ ദൈവത്തിന് ദൈവത്തിൻ്റെതായ ചില കാരണങ്ങളുണ്ട്. ആ റീസൺസ് പ്രധാനമായും ഞാൻ ഇവിടെ കാണുന്നു. ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് വാഗ്ദത്തമുള്ള ജനമാണ്. ഇസ്രായേൽ ജനം എപ്പോഴും പുതിയ നിയമസഭയ്ക്ക് നിഴലാണ്. അവരെ പോലെ അത്ഭുതം കണ്ടവർ, അവരെ പോലെ വാഗ്ദത്തമുള്ളവർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതിശക്തനായ ദൈവപുരുഷനായ പ്രവാചകനായ മോശയോടുകൂടെ പുറപ്പെട്ട ഈ കൂട്ടം എന്ത് കാരണം കൊണ്ടാണ് അവരിൽ പലരും കനാനിൽ എത്താതെ പോയത്? ഇത് തന്നെയാണ് ഇന്ന് നമ്മളിലും സംഭവിക്കുന്നത്. എങ്ങും എത്തുന്നില്ല. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര കൈയടിച്ചിട്ടും ആ ഒരു പ്രോമിസിലേക്ക്, ആ ഒരു ദൈവിക വാഗ്ദത്തത്തിലേക്ക്, ദൈവം വെച്ചിരിക്കുന്ന ആ ഒരു, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഒരു മഹത്വരമേറിയ പൊസിഷനിലേക്ക് കയറി വരുന്നില്ല. ഇതിനകത്ത് എന്തോ ഒരു കാരണമുണ്ട്. ഈ കാരണം നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് നിഴലായി നിൽക്കുന്ന ഇസ്രായേൽ സഭയെ ഒന്ന് പരിശോധിക്കണം. അത് പരിശോധിക്കണമെങ്കിൽ ഈ കാര്യം പുതിയ നിയമസഭയോട് അപ്പോസ്തോലനായ പൗലോസ് എടുത്തു പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, അവരിൽ ചിലർ പിറുപിറുത്തു, സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കരുത്. അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരിൽ മിക്കപേരും മരുഭൂമിയിൽ പട്ടുപോയി. അവർ വാഗ്ദത്തം കേട്ടവരായിരുന്നു. അവർ ദൈവത്തിൻ്റെ ജനമായിരുന്നു. അവരെ ദൈവം വിളിച്ചിറക്കിയതാണ്. ഇത്രയും വാഗ്ദത്വങ്ങളും ഇത്രയും ദൈവിക പ്രവൃത്തികളും കരുതലുകളും ഒക്കെ ഉണ്ടായ ഈ കൂട്ടം എന്ത് കാരണം കൊണ്ടാണ് അവർ കനാനിലെത്താതെ പോയത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അതെന്തുകൊണ്ടായിരിക്കണം? ഇത്രയും അത്ഭുതം കണ്ട, ഇത്രയും വാഗ്ദത്തമുള്ള ഇവരിൽ മിക്ക പേരിലും, ഹല്ലേലൂയ, മിക്ക പേരിലും, നോട്ട് 1 or 2, മെനി ഓഫ് ദം, ഇവരിൽ പലരിലും ദൈവം പ്രസാദിച്ചില്ലെന്ന് പറഞ്ഞാൽ ദൈവത്തിന് അവരെ മനസ്സുകൊണ്ട് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഭയങ്കര അത്ഭുതങ്ങൾ, സൗഖ്യങ്ങൾ, വിടുതലുകൾ, ദൈവത്തിന് അവരെ നോക്കുമ്പോൾ ഒരു സന്തോഷം തോന്നിയില്ല. അതിൻ്റെ കാരണം പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 11-ാം വാക്യത്തിൽ ദൈവം മോശയോട് പറയുന്നത്, യഹോവ മോശയോട്
ഇസ്രായേൽ മക്കളുടെ പിറുപിറുപ്പ് ഞാൻ കേട്ടിരിക്കുന്നു. നമ്മളുടെ എല്ലാ നന്മയുടെയും നമ്മുടെ എല്ലാ അനുഗ്രഹത്തിൻ്റെയും കാരണം നമ്മുടെ വർത്തമാനമാണ്. നമ്മുടെ പരാജയത്തിൻ്റെയും നമ്മുടെ തകർച്ചയുടെയും കാരണവും നമ്മുടെ നാക്കാണ്. നമ്മുടെ കോൺവെർസേഷൻസിനെ, നമ്മളുടെ സംസാരങ്ങളെ, ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുന്നത്, ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുന്നത്, അപ്പൻ മക്കളോട് സംസാരിക്കുന്നത്, മക്കൾ മാതാപിതാക്കളോട് സംസാരിക്കുന്നത്, ഒരു പാസ്റ്റർ മറ്റൊരു പാസ്റ്ററോട് സംസാരിക്കുന്നത്, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയോട് സംസാരിക്കുന്നത്, നമ്മുടെ എല്ലാ കോൺവെർസേഷനുകളെയും നമ്മളുടെ എല്ലാ സംഭാഷണങ്ങളെയും ദൈവം ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു ബോധം നിങ്ങളുടെ അകത്ത് എപ്പോൾ ഉണ്ടാകുന്നോ അപ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ദൈവികമായ സ്പിരിച്വൽ എൻകൗണ്ടറുകൾ ഉണ്ടാകും. ഇത്രയും വാഗ്ദത്തമുള്ള ഇസ്രായേൽ ജനം, ഇത്രയും അത്ഭുതം കണ്ട ഇസ്രായേൽ ജനം, ഇത്രയും ദൈവപ്രവർത്തികൾക്ക് സാക്ഷ്യം വഹിച്ച ഇസ്രായേൽ ജനം, ദൈവം തമ്പുരാൻ കൂടെ ഇരുന്ന് നടത്തിയ ഇസ്രായേൽ ജനം, വിളിച്ചിറക്കിയ ഇസ്രായേൽ ജനം വഴിയിൽ പട്ടുപോയതിൻ്റെയും പരാജയപ്പെട്ടതിൻ്റെയും തകർന്നു പോയതിൻ്റെയും മറുകരയെത്താതെ പോയതിൻ്റെയും പ്രധാന കാരണം അവൻ്റെ നാക്ക് ശരിയല്ലായിരുന്നു. ദൈവം പലപ്പോഴും മോശയോട് പറഞ്ഞു, മോശെ, എവറിതിങ് ഈസ് ഫൈൻ, എല്ലാം ഓക്കെയാ, ഞാൻ കൂടുണ്ട്, പക്ഷേ ഈ ജനത്തോട് പറയണം, ഇങ്ങനെ നെഗറ്റീവായ കാര്യം വാ കൊണ്ട് പറയരുത്. പിറുപിറുപ്പ് കേട്ട് ഞാൻ മടുത്തിരിക്കുകയാണ്. എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന, എന്നെ അറിയുന്നൊരു ദൈവം എൻ്റെ തലയ്ക്ക് മേളിലുണ്ട് എന്ന ചിന്ത എല്ലാവരിലും ഭരിക്കട്ടെ. ഞാൻ എന്താണ് എൻ്റെ റൂമിലിരുന്ന് സംസാരിക്കുന്നത്, എൻ്റെ കോൺവെർസേഷൻസ് എന്താണ്, എൻ്റെ മൂവ്മെന്റ്സ് എന്താണ്, ഇതിനെ അറിയുന്ന ഒരു ദൈവമുണ്ട് എന്നൊരു ബോധം ഉള്ളിൽ ഭരിക്കണം.